നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് വേണ്ട, ആദ്യം പണം എന്റെ അക്കൗണ്ടിലേക്ക് ഇടും, എന്നിട്ട് തരാം വാള്. നോക്ക്, പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതൊരു അഡ്വാൻസ് മാത്രം. ദാ എന്റെ തറവാടിന്റെ നിധി. രാമഭദ്രനെ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. പണവും ഞാൻ അവിടെ അടച്ചോളാം. പക്ഷെ ആ പണം വാളിന്റെ വിലയിൽ നിന്ന് ഞാൻ കുറയ്ക്കും. ഓക്കെ. നീ എവിടെയായിരുന്നു? ഞാൻ മുറ്റത്ത്. അസമയത്ത് മുറ്റത്ത് നിനക്കെന്താ കാര്യം? അത് ഓ, വല്ലാത്ത ചൂട്, കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാച്ചാ. അതിന് നിന്റെ മുറി ഫാനില്ലേ, AC ഇല്ലേ? അല്ല, എന്നാലും പുറത്തെ കാറ്റിന്റെ ഒരു സുഖം ഉണ്ടാച്ചാ. നിന്റെ കണ്ണുകളിൽ കാണാം നീ പറയുന്നെല്ലാം പച്ചക്കള്ളമാണെന്ന്. ഞാൻ നിന്റെ അച്ഛനാ, എന്നോട് കള്ളം പറയാൻ നീ ശ്രമിക്കരുത്. എന്താ നീ മിണ്ടാ നിൽക്കുന്നേ? എന്താച്ചാ, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ലേ? അവനവന്റെ മുറ്റത്തിറങ്ങിയ എന്ത് കുഴപ്പം? അതല്ല, കുറെ ദിവസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നീ എന്തോ ഒരു വലിയ കള്ളം മനസ്സിൽ സൂക്ഷിക്കും പോലെ എനിക്ക് തോന്നുന്നു. ദേ അച്ഛാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്റെ നേരെ വരല്ലേ. അച്ഛന് പ്രായമായി വരുന്നോണ്ട് ഓർമ്മക്കേടും തെറ്റിദ്ധാരണയൊക്കെ കുറെ കൂടും. അതിന് ചികിത്സയാ വേണ്ടത്. അച്ഛന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, പറഞ്ഞാ മതി. മുറ്റത്തിറങ്ങാനും പറ്റില്ലേ?
ജഗദീഷേ, രാജലക്ഷ്മി. വേഗം വാ. അമ്മേ, വേഗം. കാർത്തിക്, വേഗം വാ. രാജലക്ഷ്മി മോനെ, ഒന്ന് കിടക്കാൻ നോക്ക്. കുഞ്ഞമ്മ തീ കെടുത്തണം. മാലതി എല്ലാ ബാത്റൂമിൽ പോയി വെള്ളം എടുത്തോണ്ട് വാ. ചെല്ലടാ, ഞാൻ പോരാ. വേഗം. വേണ്ട. രാജലക്ഷ്മി ഈശ്വര അമ്മേ, ദൈവമേ കാർത്തി വേഗം വാ. രാജലക്ഷ്മി അമ്മേ മാറി വേഗം ഒഴിക്ക്. പോകണ്ട. ദൈവമേ ദേവി, ഭഗവതി. ഞാൻ പറഞ്ഞില്ലേ രാജലക്ഷ്മി, എന്തോ നാശം വരെ നിന്റെ സൂര്യൻ എനിക്ക് കിട്ടിയത്. രാജലക്ഷ്മി വേണ്ട. ഇതിന് തക്കതായി എന്താ അപരാധം ഞങ്ങൾ ചെയ്തത്? മുഴുവൻ കത്തിപ്പോയല്ലോ അമ്മേ. മോനെ, വേണ്ട. അമ്മേ ചെറുപ്പമംഗലത്തെ എല്ലാ വസ്തുക്കളുടെ ആധാരങ്ങള് ഈ മുറിക്കകത്തായിരുന്നു. ഈശ്വര, കത്തി ചാമ്പലായി പോയല്ലോ അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.